നമസ്കാരം. 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു അടിപൊളി വീടിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഗേറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഈ വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ഒരു GI പൈപ്പിലും അതുപോലെ നല്ലൊരു CNC കട്ടിംഗ് ഡിസൈനിലും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പാളി ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കുറച്ച് സ്ലോപ്പായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് ഇതിൻ്റെ അടി തട്ടാതിരിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡിങ് ടൈപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ തുറക്കണമെങ്കിൽ ഇത് അടി വന്ന് ഈ കല്ലിൽ ഉരയാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ഫോൾഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തുറക്കാനായിട്ട് പറ്റും. മുറ്റം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതോടൊപ്പം ബാംഗ്ലൂർ സ്റ്റോണ്, ഒരു 1.5 അടി സ്ക്വയറിലുള്ള ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ചാണ് ഇവിടെ മുറ്റമൊരുക്കിയിരിക്കുന്നത്. മുറ്റത്തു നിന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. ഇത് ഗാലക്സി ടൈപ്പിലുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ആ ഒരു പോർഷനിലും 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഡ്യുവൽ ആയിട്ടുള്ള ഒരു പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ട് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ 3 തരത്തിൽ, അതേപോലെ 2 എണ്ണം വെച്ചിട്ട് 6 പില്ലേഴ്സ് വെച്ചിട്ടാണ് ഈ സിറ്റ് ഔട്ട് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബ്ലാക്ക് ക്ലാഡിങ് ടൈൽസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബീമുകളിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിൽ തന്നെ ഒരു 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഫ്രഞ്ച് വിൻഡോ, 3 പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ, ഇതും തേക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷട്ടറും ഫ്രെയിമും ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇതും തേക്ക് വുഡ് തന്നെയാണ്. ഇതിൻ്റെ 9 ഇഞ്ച് വീതിയിൽ വലിയൊരു ഫ്രെയിം കൊടുത്തിട്ട് അതിനുള്ളിൽ തേക്ക് വുഡിൽ ഒരു ഗോൾഡൻ സ്പോട്ടൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ ഡോറിൻ്റെയൊക്കെ ഒരു ഫിനിഷ് ഉണ്ട്. പക്ഷേ ഇത് തേക്ക് വുഡ് തന്നെയാണ് ഇതിൻ്റെ ഷട്ടറും ഫ്രെയിമും വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറിയാൽ ലിവിങ് റൂമിലേക്ക് വരികയാണ്. ലിവിങ് റൂമിൽ ഇവിടെ ഒരു 4 സീറ്റിൻ്റെ ഒരു കോർണർ സൈഡും കൂടെ ചേർത്തൊരു സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫ്ലോറിങ് നമ്മൾ ചെയ്തിരിക്കുന്ന വുഡൻ ഫിനിഷിലുള്ള ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രെയിൻസോട് കൂടിയ ഒരു വുഡൻ ഫിനിഷിലുള്ള ടൈൽസാണ്. അപ്പോൾ ആ ഒരു ലിവിങ്ങിൽ നിന്ന് നേരെ ഇവിടെ ഒരു ഫാമിലി ലിവിങ് അഡീഷണൽ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ടീഷൻസ് ആയിട്ട് ഇവിടെ പെർഗോളാസ്, വെർട്ടിക്കൽ പെർഗോളാസ് ഒക്കെ കൊടുത്തിട്ട് ഈ മെറൈൻ പ്ലേയിലും ഒക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഈ ഫാമിലി ലിവിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു ഐവറി കളറിലുള്ള ഒരു സോഫ സെറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലിക്കൊക്കെ ഗെറ്റ് ടുഗദറും ഒക്കെ നടത്താവുന്ന രീതിയിൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സോഫ സെറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടെക്സ്ചർ രീതിയിലുള്ളൊരു പെയിൻറ്റിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊരു ഫാമിലി ലിവിങ്ങിന് നല്ലൊരു ആംബിയൻസോട് കൂടിയുള്ളൊരു റൂമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വാൾപേപ്പർ, അതേപോലെ തന്നെ ഒരു ലൂവറും ഒക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ പാനലിങ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ നമ്മൾ മെറൈൻ പ്ലേയിൽ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ്, ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഷെൽഫ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വോളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ് റൂമിൽ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വോളിൽ മൊത്തത്തിലൊരു വാൾപേപ്പർ, ഒരു ബ്ലാക്ക് വൈറ്റ് തീമിലുള്ളൊരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബൈബിളിലെ വാക്യങ്ങളൊക്കെ എഴുതിയ ഒരു പാനലിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ വുഡിൽ ബൈബിളിലെ വാക്യങ്ങളൊക്കെ എഴുതി അതിൽ LED സ്ട്രിപ്പും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് നേരെ ഡൈനിങ് റൂമിലേക്ക് വരികയാണ്. ഡൈനിങ് റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മെറൈൻ പ്ലേയിൽ ചെറിയൊരു വെർട്ടിക്കൽ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഡൈനിങ് റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ്. ഓവൽ ഷേപ്പിലുള്ളൊരു ഗ്ലാസ് വെച്ചുള്ളൊരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, കിച്ചണിൽ നിന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വെർട്ടിക്കൽ പെർഗോളാസ് കൊടുത്തിട്ട് ഈ ഡൈനിങ്ങിൽ നിന്ന് പുറത്തേക്കുള്ള വോളാണ്. വെർട്ടിക്കൽ പെർഗോളാസ് കൊടുത്തിട്ട് ഇതിൽ ഗ്ലാസ് വെച്ച് അടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫൈക്കസിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചൊരു പേവിങ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വുഡൻ ഫിനിഷ് വരുന്ന ടൈലിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസും പേവിങ് സ്റ്റോണും ഇട്ടിട്ട് അതിനകത്താണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം മേളിൽ നിന്ന് കിട്ടും. അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പുറത്തേക്കുള്ളൊരു വ്യൂസ് കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ രീതിയിലുള്ളൊരു ഡിസൈനിങ്ങിന് ഇവിടെ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാൻഡ്സും പ്ലാന്റ്സും ഒക്കെ വെച്ചിരിക്കുന്നിടത്ത് തന്നെ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും മെറൈൻ പ്ലൈയിൽ തന്നെയാണ് ഈ ബോക്സ് പോലെ ചെയ്തിട്ട് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇവിടെ ഒരു ജസ്റ്റ് ഒരു സീറ്റിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിനോട് ചേർന്നാണ് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഡൈനിങ് വാഷ് ബേസിൻ. ഇതൊരു പ്രീമിയം ക്വാളിറ്റി നല്ല രീതിയിലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കൗണ്ടർ ടോപ്പിന് പറ്റിയ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാൾപേപ്പർ നമ്മുടെ ലിവിങ്ങിൽ കണ്ടാതെ സെയിം പാറ്റേണിലുള്ളൊരു വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഒരു പാനലിങ് വെർട്ടിക്കൽ പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഡൈനിങ് കൗണ്ടർ ടോപ്പ് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ടൈൽസും എല്ലാം ആ ഒരു ലിവിങ്ങിന് വരുന്ന വുഡൻ ഫിനിഷിലുള്ള ടൈൽസ് തന്നെയാണ് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് ഇതിൻ്റെ കോമൺ ടോയ്ലറ്റ്. അത് ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് ടൈൽസ് ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്തിൽ സീലിംഗ് ആയിട്ട് ടോപ്പ് വരെ 3 മീറ്റർ ഹൈറ്റിൽ ഫുള്ളായിട്ട് തന്നെ ക്ലാഡിങ് ടൈൽസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് സെറായുടെ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വാട്ടർ ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തു. അതിൻ്റെ ക്ലാഡിങ് ടൈൽസ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ടൈൽസ് ആണ്. അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ളൊരു നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ബ്ലാക്ക് കളർ വാഷ് ബേസന്. എന്നിട്ട് ടോപ്പ് വന്നിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനായിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ചെയ്തിരിക്കുന്ന ഇതിൽ ബ്ലാക്ക് ടൈലിന് നേരെ ഓപ്പോസിറ്റ് തന്നെ അതിന് സെയിം പാറ്റേൺ ആയിട്ട് തന്നെ ഒരു ബ്ലാക്ക് ടൈൽസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു നിഷൊക്കെ കൊടുത്തിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും പോട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ളൊരു നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് ഈ ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ നിന്നാണ് നേരെ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഫ്ലോർ ടൈൽസ് ചെയ്തിരിക്കുന്നത് വേറൊരു ഡിഫറെൻറ്റ് കളറിലുള്ള ഒരു ഐവറി ഷേപ്പിലുള്ള ഒരു ഫ്ലോർ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലും അപ്പോക്സി പോയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്യൂൻ സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡിനോട് ചേർന്ന് ഇതിൻ്റെ ഹെഡ് വരുന്ന ഭാഗത്ത് ഒരു വാൾപേപ്പറാണ്, ഒരു ഐവറി ഒരു വൈറ്റ് കോമ്പിനേഷനുള്ള ഒരു വാൾപേപ്പർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സീലിംഗ് എടുത്ത് പറയേണ്ടതൊക്കെയാണ്. ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ട് അതിലെല്ലാം LED സ്ട്രിപ്പും ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു കോർണറായിട്ട് ജസ്റ്റ് ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇതിനോട് ചേർന്നാണ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെ FRPയുടെ ഒരു ഗ്ലാസ് ഡോറാണ് ഇതിന് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഐവറി വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ടൈൽസാണ് വോൾ ടൈലും അതുപോലെ ഫ്ലോറും ചെയ്തിരിക്കുന്നത്. ഫ്ലോർ നമ്മൾ അപ്പോക്സി പോയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുത്തിട്ട് ആ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വെള്ളം പുറത്തേക്ക് വരാത്ത രീതിയിൽ ഈ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിക്സർ ടാപ്പ്, ഗീസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് ഇതിനകത്തൊരു വെന്റിലേഷൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. മേലിലായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് അവിടെ എക്സോസ്റ്റ് ഫാനും അതുപോലെ ലൂർ ചെയ്തിട്ട് മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്, കൊതുക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്ത് കയറാതിരിക്കാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഒരു കൗണ്ടർ വാഷ് ബേസൺ, കോർണറായിട്ട് ഒരു കൗണ്ടർ വാഷ് ബേസൺ കൊടുത്തിട്ട് അതും നല്ല രീതിയിൽ ഈ ടോയ്ലറ്റ് ഉള്ള സ്പേസിൽ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ഇവിടെ ആയിട്ടാണ് മുകളിലേക്കുള്ള അപ്സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയർസിൻ്റെ ഹാൻഡ് റെയിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ ടോപ്പ് വുഡൻ ടോപ്പ് ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം അതേപോലെ നമ്മൾ ഡൈനിങ്ങിൽ കണ്ട പോലെ തന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ടൊരു പാത്ത് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഭംഗിയായിട്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെയിൻ ടൈപ്പ് സ്റ്റെയർ കേസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗവും നല്ല രീതിയിൽ ഇത് ഉപയോഗപ്രദമായിട്ട് രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോറെല്ലാം കൊടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ, എല്ലാ ബെഡ്റൂംസിൻ്റെയും ഡോർസ് പ്ലാവിൻ്റെ തടിയാണ്. ഫ്രെയിംസ് ആഞ്ഞിലിയുടെ തടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ സെയിം ടൈലും അപ്പോക്സി പോയിൻറ്റിങ്ങുമാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയും അതേപോലെ തന്നെ ഒരു ക്യൂൻ സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വുഡൻ പാനലിംഗ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയും മറ്റ് ബെഡ്റൂമിലും ലിവിങ്ങിലും കണ്ട സെയിം പാറ്റേണിൽ തന്നെയുള്ളൊരു വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീമിൽ തന്നെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അതിൻ്റെ ബെഡ്ഷീറ്റും ഒക്കെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കർട്ടൻ ബ്ലൈൻഡ്സും എല്ലാം ആ ഒരു തീമിൽ തന്നെയാണ് ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും മെറൈൻ പ്ലൈവുഡ് ചെയ്തിട്ട് അതിൽ മൈക്ക പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കളർ പാറ്റേണിൽ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഐവറി അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിലുള്ളൊരു ടൈൽസാണ്, ഐവറിയും ബ്രൗണും കൂടെയുള്ളൊരു കോമ്പിനേഷനാണ് ഇവിടുത്തെ ടൈൽസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ്, മറ്റേ ആദ്യത്തെ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഷവർ ക്യൂബിക്കിൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ വെന്റിലേഷൻ ഇല്ലാതെ ലൂവർ ടൈപ്പ് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് അവിടെ എക്സോസ്റ്റ് ഫാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോർ ടൈൽ അപ്പോക്സി പോയിന്റിങ് ചെയ്തിട്ടുണ്ട്. മറ്റ് ടോയ്ലറ്റിലേതുപോലെ തന്നെ ഇത് ഫൈബർ FRBയുടെ ഡോറ്, അതിൽ ഗ്ലാസ് കൊടുത്തിട്ട് ഇതിൻ്റെ ഡോർ ഷട്ടർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ വുഡൻ ഫിനിഷിലുള്ള ഒരു ടൈൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഇട്ടിരിക്കുന്ന സെയിം പാറ്റേൺ അല്ല, വേറൊരു ഫിനിഷിലുള്ള ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിച്ചൺ കൗണ്ടർ സ്ലാബ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ബോട്ടം കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മെറൈൻ പ്ലൈയിൽ വൈറ്റ് ലാമിനേഷനാണ്. അപ്പോൾ ഇതൊരു വൈറ്റ് തീമിൽ തന്നെയാണ് ഇതിൻ്റെ കിച്ചണെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലാഡിങ് ടൈൽസും ഇതെല്ലാം ഒരു ഐവറി ഷെയ്ഡിലുള്ള ഒരു ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഈ ക്രോക്കറി ഐറ്റംസ് എല്ലാം ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ വരുന്ന കബോർഡ്സിൽ മാത്രമാണ് ഒരു വുഡൻ ഫിനിഷ്. നമ്മുടെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ടൈൽസിൻ്റെ ആ ഒരു കളർ പാറ്റേൺ വരുന്ന രീതിയിലുള്ളൊരു ഫിനിഷാണ് ഇതിൻ്റെ കബോർഡ്സിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ലോഫ്റ്റായിട്ട് ടോപ്പിൽ വന്നിരിക്കുന്നു. അതുമെല്ലാം വൈറ്റ് കളർ തീമിൽ തന്നെയാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് ഗ്ലാസ് കാര്യങ്ങളൊക്കെ പ്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനായിട്ട് ചെറിയൊരു ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതും ആ ഒരു വുഡൻ ഫിനിഷിൽ ഉള്ളൊരു മൈക്ക ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ താഴെ ഓവന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെയും ഒരു ടാൻഡം ബോക്സ് പോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെയും ഷെൽഫുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് ഫ്രിഡ്ജിനുള്ള ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഡൈനിങ്ങിൽ പറഞ്ഞതുപോലെ ഇതിനോട് ചേർന്നാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസും ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതുപോലെ ബ്ലാക്കും വൈറ്റും തീമിൽ തന്നെയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ, ഇതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറും ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെയും സെറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ സ്റ്റെയർ കേസ് കയറി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആദ്യത്തെ അല്ല മൂന്നാമത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള ടൈൽസും ഒക്കെയാണ്, വുഡൻ ഫിനിഷിലുള്ള ടൈൽസാണ് ബെഡ്റൂംസിൽ ഇട്ടിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ബെഡ്റൂമിലേക്ക് വന്നാൽ ഇവിടെ ആ താഴത്തെ സെയിം തന്നെ ക്യൂൻ സൈസിലുള്ള ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ഹെഡ് റെസ്റ്റായിട്ട് നമ്മൾ ആദ്യം താഴെ കണ്ട പോലെ ഇവിടെ ഒരു വാൾപേപ്പർ, ഇത് വേറൊരു ഡിസൈനിലുള്ളൊരു വാൾപേപ്പറാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ടേബിള്, അതേപോലെ പിക്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. താഴത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ ഒരു വാൾഡ്രോബ്സും അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടേബിൾ അതോടൊപ്പം ഒരു ഡ്രസ്സിംഗ് ടേബിൾ, അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു കോമ്പിനേഷനായിട്ടാണ് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ താഴെ കബോർഡ്സ്, ഡ്രോയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റഡി ടേബിളിന് ഇവിടെ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്, ചെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളിനോട് ചേർന്ന് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതും മെറൈൻ പ്ലൈയിൽ തന്നെ ചെയ്തിട്ട് ഇതിൽ മൈക്ക ലാമിനേഷൻ ചെയ്തെടുത്ത് ഭംഗിയാക്കി എടുത്തിരിക്കുകയാണ്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് വന്നാൽ നമ്മൾ താഴെ കണ്ട ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിച്ച് ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ടൈൽസ് വേറൊരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇതിലും വോളിലും ഫ്ലോറിലും അപ്പോക്സി പോയിൻറ്റിങ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കോട് കൂടിയ വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴത്തെ സെയിം തന്നെ വോൾ മിക്സർ, ഷവർ, വെന്റിലേറ്റർ, എക്സോസ്റ്റ് ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ടോയ്ലറ്റിൽ. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാൽ ഇവിടെ ആ ഒരു താഴത്തെ സെയിം പാറ്റേണിൽ തന്നെയുള്ളൊരു ഐവറി ഷെയ്ഡിലുള്ള ടൈൽസാണ്. ഈ വുഡൻ ഫ്ലോറിംഗ് അല്ല, ഇതിൽ അപ്പോക്സി പോയിൻറ്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ രീതിയിലുള്ള ഒരു ബെഡ് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഗസ്റ്റ് ബെഡായിട്ട് അല്ലെങ്കിൽ ഒരു
നാലാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻറ്റീരിയർ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റിൽ താഴത്തെ സമാനമായിട്ട് സെയിം വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് നോർമൽ ക്ലോസറ്റ് ആണ്, ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള നോർമൽ ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വോൾ മിക്സർ, ഷവർ, എക്സോസ്റ്റ് ഫാൻ അങ്ങനെയുള്ള നോർമൽ കാര്യങ്ങളും ഇതേപോലുള്ള ചെറിയൊരു കോർണർ വാഷ് ബേസിന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഫാമിലി ലിവിങ്ങിൽ ഇവിടെ ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 2 ബെഡ്റൂം പറഞ്ഞു, 2 എൻട്രൻസ് 2 സൈഡിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമതൊരു ചെറിയൊരു റൂമുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാനായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ പോലെ ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട്. ഇതിലും സെയിം ഫ്ലോറും ടൈലിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോറ് കൊടുത്തിരിക്കുന്നത് ഫൈബർ ഡോറാണ്, ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെ ടെറസായിട്ട് താഴത്തെ കിച്ചൺ വരുന്ന ഏരിയ ആണ്. ഇവിടെ ഒരു ടെറസ് ഏരിയ ആണ്. ഇനി ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ടെറസ് ഏരിയ, ഇവിടോട്ട് നേരെ തിരിഞ്ഞ് ഈ ബെഡ്റൂമിൻ്റെ സൈഡിൽ കൂടി ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ചെറിയൊരു ഫ്ലോറിങ്, ഗ്രാനൈറ്റിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു ലിവിങ് റൂമിൻ്റെ സ്പേസാണ് ഈ ഒരു എൽ ഷേപ്പിൽ ഇവിടെ ഒരു ടെറസായിട്ടുള്ളൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് അറിവിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുമ്പ് ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്.